എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. ഇനി നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പീസ് നമുക്ക് ആവശ്യമാണ്. ഈ പീസിനെ നമ്മൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ വീതി നമ്മൾ എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. താഴേക്കുള്ള നീളം നമ്മൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അരികു വശം ഒന്ന് ഇതുപോലെ മടക്കി 3 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഇടുന്നുണ്ട്, ഹെയർ ബോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ നടുമടക്കി ഇടുക. എന്നതിന് ശേഷം 3 ഇഞ്ച് ഇവിടോട്ടാക്കി അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ സൈഡിലെ ഈ ഭാഗത്തു നിന്നും 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ 4.5 ഇഞ്ചിൽ നിന്നും നമ്മുടെ 6 ഇഞ്ചിൻ്റെ ഒരു ഡോട്ടില്ലേ, അതിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ നെക്കിൻ്റെ ഒരു സൈഡാണല്ലോ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി അപ്പുറത്തൂടി ഈ മാർക്കിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ശരിക്ക് കറക്റ്റായിട്ട് തന്നെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം അവിടെ നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ചോക്കിൻ്റെ ആ ഒരു കളറ് അപ്പുറത്തോട്ട് കൂടി ആയിട്ടുണ്ടാകും. ഇതിലൂടെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് കൊടുക്കാം. നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസിനും അതുപോലെ കട്ട് കൊടുക്കാം. എന്നിട്ട് ചുരിദാറിൻ്റെ നല്ല ഭാഗത്തായിട്ട് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ തയ്ച്ചെടുക്കാം. ഇനി 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് തയ്ച്ചെടുക്കാം.
ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലോത്താണ് ആവശ്യമുള്ളത്. ഇതിൻ്റെ വീതി എടുക്കുന്നത് 1 ഇഞ്ചാണ്. ഇനി ഈ ക്ലോത്തിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ മടക്കി നടുവൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ താഴ്ഭാഗത്തോട്ടായിട്ട് ഇതുപോലെ ഈ വള്ളിയെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ നീളത്തിൽ തന്നെ ഒരെണ്ണം കൂടി വേണം, അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പീസിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ നമുക്ക് 2 പീസ് ആവശ്യമാണ്. അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മേപ്പോട്ടായിട്ട് ഇതുപോലെ ഓരോ മാർക്കിങ് കൊടുക്കാം. ഈ മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ പീസ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നെക്കിൻ്റെ താഴ്ഭാഗത്തായി വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇനി ഈ പീസിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ താഴ്ഭാഗത്തോട്ടാക്കി വെച്ച് അവിടെ കൂടി ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്ത പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ താഴോട്ടായിട്ട് താഴെ കൂടെ നമ്മൾ എടുക്കണം. താഴെ കൂടെ എടുത്ത് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത്തിരിയുടെ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലായിരുന്നു ഒരു പീസ്, ആ പീസ് ഇതുപോലെ ഇതിന് കുറച്ച് മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി ഈ പീസിനെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇതുപോലെ എടുക്കാം. ഇതുപോലെ എടുത്ത് നമുക്ക് താഴ്ഭാഗത്ത് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് നമുക്ക് ഇതുപോലെ വെക്കാം. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഈ പീസിനെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസുകളുണ്ടല്ലോ അതിൻ്റെ മുകളിലൂടെ ആയിട്ടാണ് എടുക്കേണ്ടത്. അതിൻ്റെ മുകളിലൂടെ എടുത്തതിന് ശേഷം നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ താഴെ വെച്ച് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മുടെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പേളുകൾ വെച്ച് തുന്നി പിടിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്